വിശന്നൊട്ടിയ വയറുമായി ഒരു പക്ഷി അതിൻ്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ പറക്കാൻ തുടങ്ങുന്നു. തഗ്ദൂ ഖിമാസ്വാ. നേരം വെളുത്ത പക്ഷികളൊക്കെ ഇപ്പം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന പക്ഷികളുണ്ടാവും ഈ പരിസരത്തൊക്കെ അല്ലേ. നേരം വെളുത്ത് തുടങ്ങുമ്പോൾ ശബ്ദം വെളിച്ചക്കീറിങ്ങനെ വന്നു തുടങ്ങുമ്പോൾ കാക്കകളും കോഴികളും മൈനകളും കിളികളൊക്കെ ശബ്ദിക്കാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും വിശന്നിട്ടുണ്ടാവും. എന്താണെന്നറിയോ, മിനിമം ഒരു 15-14 മണിക്കൂറെങ്കിലും അവർ ഫാസ്റ്റിങ്ങിലാണ്. കാരണം മഗ്രിബായത് മുതൽ മഗ്രിബിന് മുമ്പ് തന്നെ അവർ കൂടണയും. ഒരു സൂര്യസ്തമിക്കുന്നതിൻ്റെ ഒരു 1/4 മണിക്കൂർ മുമ്പ് അവർ ഏകദേശം കൂടിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. പിന്നെ അവർ ഉറങ്ങുക, വിശ്രമിക്കുക. പിന്നെ രാവിലെ സൂര്യൻ ഉദിച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ നോക്കുമ്പോൾ മിനിമം 12 മണിക്കൂറിലേറെ ആ പക്ഷികളൊക്കെ ഫാസ്റ്റിങ്ങിലാണ്. നമ്മൾ പറയും രാജാവിനെ പോലെ രാവിലത്തെ ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് രാജ്ഞിയെപ്പോലെ, രാത്രി ഫക്കീറിനെ പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ആർക്കാന്നറിയോ, വൈകുന്നേരം 6 മണിക്ക് പരിപാടി നിർത്തിവെച്ച ആളോടാണ് ഈ പറയണത്. ഇത് 12 മണി വരെ പൊറാട്ടയും ബീഫ് അടിച്ച ആളോട് പിന്നെ രാവിലെ രാജാവിനെ പോലെ പിന്നെ നിന്നേ. ശരീരം അല്ല ഉണ്ടാക്കിയതുകൊണ്ട് ഈ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ രാത്രി കഫകൾ മുഴുവനും തുറന്നു വെച്ച് നമ്മുടെ ആളുകൾ പോയിട്ട് പാതിരാര നേരം വെളുക്കണവരെ ഭക്ഷണം അടിക്കുക തന്നെയാണ്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇത് വലിയൊരു ഘടകമാണ്. നമ്മുടെ ശരീരത്തെ അള്ളാഹു നിയന്ത്രിക്കാൻ വെച്ച സംവിധാനം അതാണ്. ഫിൽറ്ററിങ്, ക്ലീനിങ് നടക്കുന്ന സമയം അതാണ്. ചിലപ്പം കിച്ചണൊക്കെ ക്ലോസ് ചെയ്യൂലേ, എന്തേ ക്ലീനിങ് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഭക്ഷണമില്ല, എന്നാലും ഒരു പൊറോട്ട കിട്ടൂല. അത് ക്ലീനിങ്ങിൻ്റെ സമയമാണ്. ആ ക്ലീനിങ് ചെയ്താലേ അടുത്ത പണി തുടങ്ങാൻ പറ്റുള്ളൂ. ഈ ക്ലീനിങ് നടക്കണമെങ്കിൽ മഗ്രിബ് മുതൽ ഇശാ മുതലെങ്കിലും സമയം കൊടുക്കണ്ടേ, നേരം വിളിക്കുന്നവരെ. സുബ്ഹാനല്ലാഹ്, നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറയും ഷുഗറാ, സുഖാണ്, അതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തഗ്ദൂ ഖിമാസ്വാ. ഈ പക്ഷികളൊക്കെ രാവിലെ വിശന്നൊട്ടിയിട്ടാണ് കൂടുകളിൽ നിന്ന് പറക്കുന്നത്. പുണ്യനബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പറക്കുമ്പോൾ അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് അറിയില്ല, അവർക്ക് നെസ്റ്റോ അറിയില്ല, ലുലു അറിയില്ല, വേറെന്താ ഇവിടെ ഉള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പേരൊന്നും ഒരു ഷെൽഫും അവർക്ക് ഒരു ക്രെഡിറ്റ് കാർഡും അല്ല കയ്യിലില്ല. എവിടെന്നാ ഭക്ഷണം കിട്ടുക, ഇന്നത്തെ ഫുഡ് എവിടെയാ, അവറ്റകൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ തവക്കുൽ എന്ന് പറഞ്ഞ പക്ഷികളുടേതാണ്. ഒരു ഫ്രിഡ്ജിലൊരു വെച്ചിട്ടില്ല. അവർ രാവിലെ ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങണം. തവക്കുലിൻ്റെ ഒരു ആശയം അതാണ്. നിങ്ങൾ പണിയെടുക്കണം. കൂട്ടിൽ കിടന്നിട്ടേ ഇങ്ങോട്ട് വരട്ടെ ഫുഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന പോലെയല്ല ഈ പരിപാടി. നിങ്ങൾ ഇറങ്ങി ഓടണം, അധ്വാനിക്കണം. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വയറൊക്കെ നിറഞ്ഞിട്ടാണ് ഈ പക്ഷികൾ വരുന്നത്. ആരാ ഇവക്ക് ഭക്ഷണം കൊടുത്തതെന്നറിയോ? ആ പടച്ചവനെ നിങ്ങളുമൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നമുക്ക് ഭയങ്കര തവക്കുലാണ്. മകന് ജോലി ഉണ്ടെങ്കിൽ, പെൻഷൻ കിട്ടുന്നുണ്ടോ, ഭയങ്കര തവക്കുല. ഗവൺമെൻറ് ജോലിയിലാണോ, അല്ലാ തവക്കുലിഞ്ഞ് പറയും വേണ്ട. കയ്യിൽ പൈസ അല്ലേ, തീർന്നു. ഇതല്ലല്ലോ തവക്കുലിനർത്ഥം. ലൗ തവക്കൽതും അലല്ലാഹ്, നിങ്ങൾ പടച്ചോനെ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളായിട്ട് ചില കാര്യങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ അല്ലാഹു തആല ആ ഇടങ്ങളിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. മകനാണ് എൻ്റെ തവക്കുൽ എന്ന് വിചാരിച്ചു, മകനത് വരുന്ന ജോലി പോയി അറബി പിടിച്ചെടുത്തോലോ കച്ചവടം. പടച്ചോനെ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ എത്തിങ്ങാനിക്ക് ഓടും, ദ്വാരക്കണേ മക്കളെ, മോനെ കച്ചവടം പോയതാണ്. ഇതുവരെ പിന്നെ ഓർമ്മ ഉണ്ടായിട്ടില്ല ദ്വാരപ്പിക്കാൻ. പള്ളിക്ക് വന്നിട്ടില്ല, ആരോടും ദ്വാരക്കാൻ പറയാറ് പോലുമില്ല. അത് നമ്മളെ കാര്യമൊക്കെ ഉഷാറായി പോണില്ല, എന്തിനാ ദ്വാരപ്പിക്കണേ? കഷ്ടപ്പാടില്ലാത്തവരാരെങ്കിലും ദ്വാ ചെയ്യാൻ ഇരിക്കുന്നുണ്ടോ? ഉസ്താദിന്റെ ദുആ കേൾക്കുമ്പോൾ ആമീൻ പറയാൻ കഷ്ടപ്പാടില്ലാത്ത എത്ര പേരിയ്ക്കുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പള്ളിയിൽ ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കഷ്ടപ്പാടില്ലവരിയ്ക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ രീതി അങ്ങനെയല്ല. നിങ്ങൾക്ക് രണ്ടും വരും, സുഖവും വരും അസുഖവും വരും. രണ്ടു നേരത്തും നിങ്ങളെ നോക്കുന്നവൻ പടച്ചവനാണെന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടോ? ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ. വേണ്ട വിധം അല്ലാഹുവിൻ്റെ ജലാലിനോടും അല്ലാഹുവിൻ്റെ കമാലിനോടും അല്ലാഹുവിൻ്റെ മഹത്വത്തോടും അളമത്തിനോടും യോജിക്കുന്ന വിധം നിങ്ങൾ അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് അന്നം കൊടുക്കുന്ന പോലെ അല്ലാഹു നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ റിസ്കിനെ കൊണ്ടുതരിക തന്നെ ചെയ്യും. ഒറ്റ ഡിമാൻഡ് പറഞ്ഞു, ഹഖ്ക തവക്കുലിഹി, ആ ചെയ്യേണ്ട പോലെ ചെയ്യണം. ലൗ തദൂമൂന അലാ മാ തകൂനൂന അലൈഹി. പുണ്യനബി തങ്ങളുടെ
സദസ്സിലിരുന്നു കൊണ്ട് ഹബീബിൻ്റെ ഹദീസുകൾ കേട്ടിട്ട്, ഹബീബിൻ്റെ വഅദ് കേട്ടിട്ട്, ഹബീബിൻ്റെ ഉറുദ് കേട്ടിട്ട് സുഹാബിമാർ നരകം കണ്ണിൽ കാണുന്ന പോലെ, സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, അല്ലാഹു ജല്ല ജലാലുവിനെ കണ്ണിൽ കാണുന്ന പോലെ ബോധിച്ചപ്പോൾ അവർ പറഞ്ഞു പോയി, റസൂലേ, ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയാൽ, അങ്ങയുടെ മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോന്നാൽ ഈ ചിന്തകൾ ഇതുപോലെ മനസ്സിൽ വരുന്നില്ലല്ലോ നബിയെ. ഞങ്ങൾ മക്കളെ ഓർക്കുന്നു, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കച്ചവടം, ഇതുമായി ഞങ്ങൾ ഇടപഴകുമ്പോൾ ആഖിറത്തെക്കുറിച്ചുള്ള ചിന്ത ഞങ്ങളുടെ മനസ്സിൽ അതുപോലെ അങ്ങയുടെ സദസ്സിൽ ഇരിക്കുന്ന പോലെ വരുന്നില്ലല്ലോ നബിയെ എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട് ഹബീബിൻ്റെ സ്വഹാബിമാർ. അവർ പരാതി പറയും, നബി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇരിക്കുമ്പോൾ ഭയങ്കര ചിന്തയാണ്, പക്ഷേ അത് പോയാൽ പിന്നെ വരുന്നില്ല. അത് മനുഷ്യൻ്റെ സഹജമാണ്, മനുഷ്യ സഹജമാണ്, അത് കുറ്റം പറയേണ്ട വിഷയമല്ല. പക്ഷെ സ്വഹാബിമാർ അവരുടെ തസ്കീത്തിനെ കുറിച്ച്, തർബീയത്തിനെ കുറിച്ച് അവർ കൺസേൺഡാണ്. അതുകൊണ്ട് അവർ തങ്ങളോടത് പറഞ്ഞു. ഹബീബിന്റെ മറുപടി വന്നു, ലൗ തദൂമൂന കമാ തകൂനൂന അലൈഹി ഇൻദി, എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാലും നിങ്ങളുടെ മനസ്സുകളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും റഹ്മാനായ അള്ളാഹുവിൻ്റെ അളമത്തിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിൽ ഒരേപോലെ ചിന്ത നിലനിൽക്കുകയായിരുന്നുവെങ്കിൽ ലസാഫഹതുകുമുൽ മലായികതു ഫിത്തുറുഖാത്ത്, നിങ്ങൾ നടക്കുന്ന വഴികളിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൈതരുമായിരുന്നു. മലക്കുകളുടെ മുസാഫഹത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. വലാകിന്നഹാ സാഅത്തുൻ വസാഅ, എന്നാൽ അത് എപ്പോഴും പറ്റുന്നില്ലല്ലോ. ഐഹികമായ വിഷയങ്ങളിൽ നമുക്ക് മനസ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. എന്നാൽ ആ സമയത്ത് പോലും നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെയുള്ള ചിന്തകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് കൈപിടിച്ച് സലാം പറയുന്നത് കാണാൻ കഴിയും. എത്ര വലിയ ഭാഗ്യമായിരിക്കും അതല്ലേ? അങ്ങനെയൊക്കെ നടക്കുന്നവർ നമുക്കിടയിലുണ്ടാവും, നമുക്കറിയൂല. വളരെ മിസ്കീന്മാരായി തോന്നുന്ന ആളുകളുണ്ടാവും. സലാസുൻ, 3 കാര്യങ്ങളുണ്ട് നിങ്ങൾ ബോധിക്കണം, 3 വിഷയങ്ങൾ. മൻ കുന്ന ഫീഹി വജദ ബിഹിൻ ഹലാവത്തൽ ഈമാൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതൊരു തക്ബീർ ചൊല്ലൽ മാത്രമല്ല, അതൊരു നിസ്കാരം മാത്രമല്ല. ഈമാനിനൊരു മധുരമുണ്ട്, അതിനൊരു മധുരമുണ്ട്. ഈമാന് മധുരോ എന്ന് പറഞ്ഞാൽ, നോമ്പ് തോൽക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും, നിസ്കരിക്കുമ്പോൾ ഒരു ആനന്ദം വരും, ഉംറക്ക് പോകുമ്പോൾ ഒരു ആനന്ദം വരാനുണ്ട്, കഅബ കാണുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ ഈ ആനന്ദം വരണമെന്നാണ്. മനസ്സിനുള്ളിൽ കുളിർമ വരും. തഖ്ശഇറു ഖുലൂബുഹും. 3 വിഷയങ്ങളുള്ളവർക്ക് അത് അനുഭവിക്കാൻ കഴിയുമെന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് എല്ലാറ്റിനേക്കാളും, എല്ലാവരെക്കാളും, എല്ലാ വിഷയങ്ങളെക്കാളും കൂടുതൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, ഈമാന്റെ മധുരം പറഞ്ഞപ്പോഴേ ആദ്യം പറഞ്ഞ വിഷയം ഖൽബിൽ മഹബ്ബത്തുണ്ടെങ്കിൽ, റസൂലുള്ളാഹി തങ്ങളോടൊരു മഹബ്ബത്ത്, അള്ളാഹുവിനോടൊരു സ്നേഹം. നമുക്ക് പേടിയുണ്ടാവും, പടച്ചവനെ പേടിക്കണം. യഖവ്വിഫുകുമുല്ലാഹു നഫ്സ, അള്ളാഹുവിനെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറയാണ്, പക്ഷെ അള്ളാഹു ഗഫൂറും റഹീമുമാണ്. സ്നേഹം നിങ്ങൾക്ക് റബ്ബിനോട് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ കൽബിലേക്ക് കൊണ്ടുവന്നോളൂ. ഇപ്പോൾ ഈ സദസ്സിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ സ്നേഹിക്കുകയാണ്. ഇതുവരെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഈ സെക്കൻഡ് മുതൽ എൻ്റെ റബ്ബ് പറയുന്ന വിഷയം ഞാൻ സ്നേഹത്തോടെയാണ് അനുസരിക്കുന്നത്. നരകത്തെ പേടിച്ചിട്ടല്ല, സ്നേഹം കൊണ്ടാണ്. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വമൻ അഹബ്ബൽ അബ്ദ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. രണ്ടാമത്തേത്, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്നു എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ സ്നേഹിക്കുന്നു. അവിടെ സ്നേഹം തന്നെ വരുന്നത്. ഒരാളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, എൻ്റെ പടച്ചോൻ പറഞ്ഞ പോലെ ജീവിക്കുന്നൊരു മോനല്ലേ, ആ കുട്ടിയോട് എനിക്കിഷ്ടമാണ്.
ആ മോൻ എനിക്കിഷ്ടമാണ്, ആ വല്യപ്പയെ കാണുമെന്തൊരു പ്രകാശാണല്ലേ ആ മുഖത്ത്. എപ്പോഴും ആ പള്ളിയിൽ ഒന്നാം സഫിൽ ഇരിക്കുന്ന, സുന്നത്ത് നിസ്കരിച്ചും കാണുമ്പോഴൊക്കെ ദിക്റിലും ദുആയിലും ഖുർആനിലും കഴിയുന്ന ആ മനുഷ്യൻ. എനിക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എനിക്ക് അയാളോട് ഇഷ്ടമാണ്, അത് മതി. അത്ര നമുക്ക് ചെയ്തൂടെ? നമ്മൾ ആ മനുഷ്യനെ പറ്റി ഗീബത്തും വീബത്തും പറയും പോയിട്ട്. നമുക്ക് അയാളെ പോലെ ഇബാദത്തോ ഇല്ല, സ്നേഹിക്കാൻ കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടേനെ, അതും ഇല്ല. എന്നിട്ട് ആ മനുഷ്യന് ഉള്ള അമല് ഊറ്റി കൊടുക്കുകയും ചെയ്യാം, ഒന്നും കയ്യിലുണ്ടാവില്ല. സ്നേഹിക്കണം, നല്ല മനുഷ്യന്മാരെ. നമ്മളെ കൊണ്ട് അങ്ങനെ ആവാൻ പറ്റിയില്ല എന്നൊക്കെ വരാം. നമുക്കിപ്പോൾ എല്ലാവർക്കും വലിയ ആൾക്കാരെ പോലെ ആവാൻ പറ്റും, വാപാടസ്ഥാനെ പോലെ നമുക്ക് ആവാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ആ മഹാനെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. എന്തേ? അതൊരു നല്ല മനുഷ്യനായിരുന്നു. വലാ നുസക്കി അലല്ലാഹി അഹദ വല്ലാഹു ഹസീബുഹു. പക്ഷേ നമ്മുടെ ഖൽബിൽ സ്നേഹം വരുന്നു. പിന്നെ പറഞ്ഞു ومن كره أن يعود في الكفر بعد إذ أنقذه الله منه كما يكره أن يلقى في النار. ഈ ഹദീസ് വേറെയും വാക്കുകളിൽ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആശയം ഇത് തന്നെയാണ്. നിരീശ്വരവാദം പടച്ചവനില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസധാര ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് ഈമാനിലേക്ക് വന്നതിന് ശേഷം ഇനി ഒരിക്കലും പടച്ചവനെ നീ ഇല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പിന്നാലെയും ഞാൻ പോകില്ല. ഏതുപോലെ എന്നങ്ങ് തീയിലേക്ക് വലിച്ചെറിഞ്ഞാൽ പോലും തീയിലെറിയപ്പെടുന്നത് ഞാൻ വെറുക്കുന്ന പോലെ അതിലേറെ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് ഞാൻ വെറുക്കുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ച മനുഷ്യർ. ഈ 3 വിഭാഗം ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി നിങ്ങൾ പറയാ, നമുക്കങ്ങനെ 3 വിചാരിച്ചൂടെ? അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നു, നല്ല മനുഷ്യന്മാരെ സ്നേഹിക്കുന്നു, പടച്ചോനെ ഇസ്ലാം വിട്ടിഞ്ഞ് വേറെ ഞാനിതിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്കെൻ്റെ ഹബീബിൻ്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകണം, സ്വഹാബികളെ കാണണം, അംബിയാഇനെ കാണണം, ഹബീബിൻ്റെ ഹൗദുൽ കൗസറിന് സാക്ഷിയാവണം, ഷഫാഅത്ത് കിട്ടണം, എനിക്ക് അള്ളാഹിനെ കാണണം. ഞാനിനി വേറെ ഒരു വഴിക്കും പോണില്ല, ഞാൻ ഇവിടെ തന്നെയാണ്, അങ്ങനെ ജീവിച്ച് ഞാൻ മരിക്കും. ഇത് മനസ്സിൽ വിചാരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അത് ഖൽബിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈമാനിനൊരു മധുരം വരും. കേട്ടോണ്ടൊന്നും മധുരം വന്നോളന്നില്ലേ, പറഞ്ഞുകൊണ്ടും വന്നോളന്നില്ല, ഖൽബിലേക്ക് എടുത്താൽ കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ടാണ് ഔസഖുൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാനിന്റെ ബലിഷ്ഠമായ കയറുകളിൽ ഈമാൻ ഒരു കയറാണെന്ന് സങ്കല്പിച്ചാൽ ആ കയറ് പിടിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അതിലേറ്റവും ഉറപ്പുള്ള കയറെന്ന് പറയുന്നത് പടച്ചവൻ വിചാരിച്ച് നിങ്ങൾ ഒരാളിനെ, ഒരാശയത്തെ, ഒരു വ്യക്തിത്വത്തെ, ഒരു സംസ്കാരത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. പടച്ചവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നതിൻ്റെ പേരിൽ ആ വക കാര്യങ്ങളെ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കുന്നു. മനസ്സുകൊണ്ട് വെറുക്കുക എന്ന് പറഞ്ഞതും എങ്ങനെ? പടച്ചവൻ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ, ലഹരിയും മദ്യപാനവും വ്യഭിചാരവും തോന്നിവാസവും, ഇതൊന്നും പടച്ചവനെ ഞാൻ വലിയ മുന്തിയ ആളായിട്ടല്ല, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അത്ര ആൾക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ്. ഇന്നതല്ല, അതൊക്കെ ചെയ്യുന്നവർക്ക് ലൈക്ക് അടിക്കുക. അവർ ഡ്രഗിന് അഡിക്റ്റായിട്ടും ഈ സാധനം അടിച്ചിട്ടൊക്കെയാണ് ഈ പാടുന്നതെന്ന് അവർക്ക് കുറേ നാട്ടുകാർക്ക് കുറേ ഒരു പറയുന്നുണ്ടത്. എന്നാലും ആ ഗായകൻ വന്നാൽ നമ്മുടെ ഹിജാബി കുട്ടികളെത്തിയിട്ട് സ്റ്റേജിൽ അവർ ചാടും, കൂടെ നിന്നിട്ട് സെൽഫി എടുക്കും. യാ അല്ലാഹ്, അവർക്കറിയാം ഇവർ ചെയ്യുന്നത് എൻ്റെ ദീനിൻ്റെ ആശയവുമായി പൊരുത്തപ്പെടാത്ത. നിങ്ങളവരെ എതിർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ എതിർക്കാൻ പോകുന്നു വേണം, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ ആദർശത്തിനോ എൻ്റെ ദീനിനോ നിരക്കാത്തത് ഒരു മനുഷ്യൻ പ്രൊമോട്ട് ചെയ്യുന്നു. ആളെ എങ്ങനെ ജീവിച്ചോട്ടെ, പക്ഷെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചില ചിഹ്നങ്ങൾ, ചില ടാറ്റൂകൾ, ചില ഓർണമെൻറ്റ്സുകൾ, ഇതൊക്കെ അണിയുന്നത് ഒരു സംസ്കാരം പ്രസൻറ്റ് ചെയ്യാണ്. അത് പറ്റുന്നവരെടുത്തോട്ടെ, പറ്റുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ, അവരെടുത്തോട്ടെ. ഈമാനുള്ള കുട്ടികളോട് പറയാ, നമുക്ക് നമ്മുടെ റസൂൽ അത് വേണ്ടാന്ന് പറഞ്ഞതാ, എനിക്ക് വേണ്ട, അത്ര പറഞ്ഞൂടെ? നല്ല ഭക്ഷണമാണ്, എനിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളൂ. ആ എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സുകളെ മാസ്മറൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ.
അതൊരു മൂല്യച്യുതിയുടെ ഭീകരമായ ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുവിനോട് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്, അതിശക്തമായി സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞ അതിശക്തമായി സ്നേഹിക്കുന്നവരാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അനുഗ്രഹങ്ങളെല്ലാം തേന്മഴയായി നമ്മുടെ തലയിലേക്ക് ദേഹത്തിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ എത്ര പ്രയാസമുണ്ടെങ്കിലും അതിനിപ്പുറത്ത് ആയിരക്കണക്കിന് നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു നിഅമത്ത് പോകുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും, പക്ഷേ അത് വലിയ നിഅമത്തായിരുന്നല്ലോ. യാ അല്ലാഹ്, ഓരോന്നും വലുതല്ലേ. എൻ്റെ ഈ വിരലിന് ഒരു ചെറിയൊരു ഗ്ലാസ് തട്ടിയിട്ട് ചെറിയൊരു മുറി പറ്റി 2 ദിവസം മുമ്പ് മാറിയിട്ടുണ്ട്. ചെറിയ ബാൻഡേജൊക്കെ വെച്ചിങ്ങനെ, പടച്ച റബ്ബേ, ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ഈ ബാൻഡേജ് കൊണ്ട് ചോറ് വഴക്കാൻ പറ്റൂലല്ലോ. ഞാൻ അപ്പോൾ സ്പൂൺ കൊണ്ട് കഴിക്കാൻ തുടങ്ങി. പടച്ച റബ്ബേ, ഒരു വിരൽ മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ സാബികളെ കൈയൊക്കെ മുറിഞ്ഞതാ, നമ്മളിപ്പോൾ ഒരു കട്ടായിട്ടേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥത, എഴുതാൻ പറ്റുന്നില്ല, കീബോർഡ് ടൈപ്പ് ചെയ്യാൻ, കമ്പ്യൂട്ടർ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, 2 വിരലുകൊണ്ടൊക്കെ നീക്കേണ്ടതും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുക, റബ്ബേ, എത്ര ചെറിയൊരു കാര്യത്തിൽ നമുക്ക് പരീക്ഷണം വന്നാൽ അതൊരു പ്രയാസം തന്നെയാണ്. ഇപ്പോൾ വലുത് ആലോചിച്ച് നോക്കി നിങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നവർ, അള്ളാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. എല്ലാം നമ്മൾ മറക്കും, എല്ലാ പരാതിയും തീരും നമ്മുടെ ശരീരത്തിനൊരു അസുഖം വന്നാൽ. നമ്മളപ്പം പറയും പൊരല്ലായിരുന്നു. നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മൾ സന്തോഷം എന്നുള്ള സാധനം വരാനുള്ള സാധനം എന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അതൊന്നും കിട്ടൂല. പൊരപ്പണി കഴിഞ്ഞാൽ സന്തോഷം വരും, കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞാൽ സന്തോഷം വരുന്ന അപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഓക്കൊരു കുട്ടിയാവട്ടെ, കുട്ടിയാവാതിരുന്നാലും വലിയ ടെൻഷനല്ലേ, കുട്ടിയായിട്ട് എനിക്ക് സന്തോഷം വരും. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സെക്കൻഡ് അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണെന്ന് നമുക്ക് അറിയാറില്ല പലർക്കും. നമ്മൾ വിചാരിക്കും അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരാൻ പോണത്. നമ്മൾ ഈ നിമിഷം എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ നിൽക്കുക. എത്ര അസുഖം നമുക്കുണ്ടായിരിക്കും, എന്നാലും എത്ര നിഅമത്ത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ടാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയുണ്ട്. ഇസ്തിഗ്ഫാറുകളുടെ നേതാവെന്ന് പറയുന്ന ഒരു മനുഷ്യനത് രാവിൽ ചൊല്ലിയാൽ ആ രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ മരണപ്പെട്ടാൽ പോലും അയാൾക്ക് സ്വർഗമാണെന്നും, പകലിൽ ചൊല്ലിയാൽ ആ പകലിൻ്റെ 2 പരിധികൾക്കിടയിൽ വെച്ച് എപ്പോൾ മരിച്ചാലും അവർക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നിബിധങ്ങൾ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന ഇസ്തിഗ്ഫാറിൻ്റെ അവസാന ഭാഗം, അബൂഉ ലക ബിനിഅമതിക അലയ്യ, പടച്ചവനെ നീ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ സമ്മതിച്ചു റബ്ബേ, ഞാൻ അംഗീകരിച്ചു റബ്ബേ. അബൂഉ ലക ബിനിഅമതിക അലയ്യ ഉഖിറു ലക, അതിനർത്ഥമതാ, ഞാൻ റബ്ബേ നിനക്ക് സമ്മതിച്ചു തരുന്നു പടച്ചവനെ, ഞാൻ സമ്മതിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും നീ എനിക്ക് തന്നതാണ്, എല്ലാം നീ എനിക്ക് തന്നതാണ്. ആ അനുഗ്രഹങ്ങൾക്കെല്ലാം പകരം ഞാൻ ചെയ്ത തെറ്റുകളാണ് റബ്ബേ പകരം നിനക്ക് തിരിച്ചു തന്നത്, അതും ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. ഫഗ്ഫിർലി, എന്നാലും എനിക്ക് മാപ്പ് നൽകണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലല്ലോ റബ്ബേ. നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം സമ്മതിക്കുന്നു റബ്ബേ, ഞാൻ ചെയ്തു പോയ തെറ്റുകളും സമ്മതിക്കുന്നു റബ്ബേ. നീ തന്ന നിഅമത്തുകൾക്ക് പകരം എനിക്ക് തരാൻ പറ്റിയത് നന്ദികേടാണ് റബ്ബേ, എന്നാലും എനിക്ക് മാപ്പുതാ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ അവസാന ഭാഗം അതാ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت.
ആ കാരുണ്യവാനോടല്ലാതെ ആരോടാണ് ഏറ്റവും വലിയ സ്നേഹം നമ്മൾ വെച്ച് പുലർത്തേണ്ടത്? ജീവിതവും മരണവും അല്ലാഹുവിൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ മുതലാളിയുടെ കയ്യിലല്ല. ജീവിതവും മരണവും റബ്ബിൻ്റെ കയ്യിലാണ്, നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിലല്ല. നിങ്ങളുടെ നേതാവിൻ്റെ കയ്യിലുമല്ല ജീവൻ കിടക്കുന്നത്, മരണം കിടക്കുന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. മരണം നിർവഹിക്കുന്നത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരനുഭവമുണ്ടായി. ഒരു ചരിത്രം ഇങ്ങനെയാണ്. കിസ്റ രാജാവിൻ്റെ 2 പോലീസുകാർ മദീനയിൽ വന്നു. കിസ്റയിൽ വരണമെങ്കിൽ അവര് ഷിറാസിൽ നിന്ന് അല്ലെങ്കിൽ തെഹ്റാനിൽ നിന്ന് അസ്ഫഹാനിൽ നിന്ന് കരമാർഗം സിറിയ വഴി, ഇറാഖ് വഴി, കുവൈത്ത് വഴി സൗദി അറേബ്യയിലേക്ക് വരണം. ഇന്നത്തെ ബോർഡർ പ്രകാരം മദീന വരെ വന്നു. എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്നറിയോ? ഒരു 3000 കിലോമീറ്റർ മിനിമം ഉണ്ടാവും. റൗണ്ട് അടിച്ച് സി ഷേപ്പില്ല. ഫ്ലൈറ്റ് ഇങ്ങനെ പോവും, ഇവർക്ക് ഇങ്ങനെ വരാൻ പറ്റും. 2 പേരും വന്നു. എന്തിനാ ഏൽപ്പിച്ചെന്നറിയോ? കിസ്റ രാജാവ് കിസ്റ ഇബ്നു ഹുർമുസ് അയാൾ പറഞ്ഞു, മദീനയിൽ പ്രത്യക്ഷപ്പെട്ട ആ പ്രവാചകനെ നിങ്ങൾ 2 പേരും വധിച്ചു കളഞ്ഞിട്ട് ആ പ്രവാചകന്റെ ശരീരത്തിലെ മാംസം എടുത്തിട്ട് ആ തൊലിയിൽ മുഴുവൻ നിങ്ങൾ വൈക്കോല് നിറച്ച് തുന്നിപ്പിടിപ്പിച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. നോക്കണം, ഇതൊക്കെ പറയുന്നത് മനുഷ്യനാണ്, ആലോചിക്കണം. ഹബീബിനെ വധിച്ചു കളഞ്ഞോട് ഇട്ടു പോരാനല്ല, മാംസവും എല്ലൊക്കെ നീക്കിയിട്ട് നിങ്ങൾ വൈക്കോല് നിറച്ചിട്ട് തുന്നിപ്പിടിപ്പിച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ഈ 3000 കിലോമീറ്റർ തോളിലേറ്റ് കൊണ്ടുപോകണം. അതിന് 2 ഉദ്യോഗസ്ഥന്മാർ മദീനയിൽ വന്നു. അപ്പം ഹബീബിനെ കണ്ടപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. ആ പ്രകാശം അങ്ങോട്ട് കണ്ടപ്പോൾ അവർ 2 പേരും ഇങ്ങനെ നിന്നു. എന്താ ചെയ്യേണ്ടത്? ഈ മഹാനെയാണോ നമ്മൾ കൊല്ലേണ്ടത്? അപ്പം തങ്ങൾ ചോദിച്ചു, മൻ അർസലകുമാ, ആരാ നിങ്ങളെ പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചു. കിസ്റ. ഖതലഹു ഇബ്നുഹു അൽ ബാരിഹ, ഇന്നലെ രാത്രി അയാളുടെ മകൻ അയാളെ കൊല ചെയ്തിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി, ഞങ്ങൾ പോന്നിട്ട് മാസങ്ങളായില്ലേ. ഇന്നലെ രാത്രി നിങ്ങളെ പറഞ്ഞയച്ച ഈ രാജാവിനെ സ്വന്തം മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മനുഷ്യൻ പറഞ്ഞയച്ചിട്ടല്ലേ എന്നാ ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിയത്? സ്വന്തം ശരീരത്തിന് മരണവും ജീവിതവും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ പച്ചപ്പാവ മനുഷ്യൻ്റെ അടിമയായിട്ടാണോ നിങ്ങൾ ജീവിക്കേണ്ടത്? അതല്ല ജീവൻ തന്ന അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണോ? നാട്ടിൽ ചെന്ന് നോക്കും, പിന്നെ രാജാവില്ല, മകൻ കൊന്നിട്ടുണ്ട് വാപ്പേ. ആ വിവരം മദീനയിൽ ഹബീബിന് കിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് ആ മനുഷ്യൻ പറഞ്ഞത് കേട്ട് വന്നതാണല്ലേ. തങ്ങൾ ചോദിച്ചില്ല കേട്ടോ, തങ്ങൾ ഇത്രേ പറഞ്ഞുള്ളൂ. അതിൻ്റെ ആശയം അതാണ്. നിങ്ങളെ പറഞ്ഞയച്ച കിസ്റയെ ഖതലഹു ഇബ്നുഹു അൽ ബാരിഹ, ഇന്നലെ രാത്രി മകൻ ആ വാപ്പയെ കൊന്നു കഴിഞ്ഞു. അങ്ങനെയാ സംഭവിച്ചത്. മസ്സഖല്ലാഹു മുൽഖഹു, പുണ്യനബി തങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങളുടെ നാട്, നിങ്ങൾ തീയിനെ ആരാധിക്കല്ലേ. തീ കുണ്ഠാരങ്ങൾ, തീ ഒരു വസ്തുവാണ്. അത് നിങ്ങളുടെ ആരാധ്യനല്ല. ആരാധിക്കപ്പെടേണ്ടത് പടച്ചവനെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാം. ഒരാളുടെ മുഹിബാണ്, ഇഷ്ടപ്പെടുന്ന ആളാണ്. ആരാധ്യന എന്ന് പറയരുത്. ആ വാക്ക് ഇത്തിരി ഡേഞ്ചറാണ്. ആരാധന അള്ളാഹുവിനോടാണ്. അപ്പം അദ്ദേഹം പുണ്യനബി തങ്ങളുടെ കത്ത് കിട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പിച്ച് ചീന്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആടുകളെ മേച്ച് നടക്കുന്ന അറബികൾ ഞങ്ങൾ പേർഷ്യക്കാർക്ക് മതം പഠിപ്പിക്കാൻ വന്നതാണോ? അപ്പം തങ്ങൾ അതറിഞ്ഞപ്പോൾ മദീനയിൽ വെച്ച് ദുആ ചെയ്തു, മസ്സഖല്ലാഹു മുൽഖഹു, എൻ്റെ കൈപ്പടത്തിൽ ഞാൻ എഴുതി കൊടുത്ത ആ സ്നേഹത്തിൻ്റെ ക്ഷണം പിച്ച് ചീന്തിയതുപോലെ കിസ്റയുടെ അധികാരം അല്ലാഹു നീ പിച്ച് ചീന്തി അയാളുടെ കണ്ണ് തുറപ്പിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവിടെ പുലർന്നു. പക്ഷേ ഇവർ പോരുമ്പോൾ മുമ്പൊരു കുഴപ്പമില്ല. മദീനയിലെത്തിയ അന്ന് തലേന്ന് രാത്രി മകൻ പിതാവിനെ വധിച്ചു കളഞ്ഞു. നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് ഈ അനുസരിക്കുന്നത്? ആർക്കാണ് നിങ്ങൾ ഈ പാദസേവ ചെയ്യുന്നത്?
ഇവരാർക്കെങ്കിലും നിങ്ങളെ നാളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ നീക്കിത്തരാൻ പറ്റുമോ? ഡോക്ടർമാരെന്താ പറയാ? ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. എന്തിനാണെന്നറിയോ? ചില കേസുകൾ അങ്ങനെയാണ്, പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാറുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഹെൽപ്ലെസ്. പക്ഷേ പടച്ചവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹുവെന്നോ ഏതാ പടച്ചവന്റെ പേരെന്ന് പോലും അറിയില്ല, പ്രപഞ്ചത്തിന്റെ നാഥനായവനെ, നീ ആരോ ആവട്ടെ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഈ അസുഖത്തിൽ എൻ്റെ പിതാവിന് നീ ശിഫ കൊടുക്കണേ. ഒരാൾ ദുആ ചെയ്തു വിചാരിക്കുക. ഞാൻ അറിയുന്ന 2-3 ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇങ്ങനെ, സ്വന്തം വീട്ടിലെ കുട്ടി, ഒരാളുടെ വാപ്പ, ഒരാൾക്ക് ഭാര്യ, വേണ്ടപ്പെട്ട ആളുകൾക്ക് അസുഖം വന്നിട്ട് ഡോക്ടർ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചെയ്തതിൻ്റെ പേരിലാണ് അത്ഭുതം സംഭവിച്ചു. അപ്പൊ പിന്നെ ആ പടച്ചവൻ ആരാണെന്ന് അന്വേഷണം തുടങ്ങി. മതങ്ങൾ മുഴുവൻ പഠിച്ചു, വേദങ്ങൾ മുഴുവൻ വായിച്ചു, വിശുദ്ധ ഇസ്ലാമിൻ്റെ മുറ്റത്തേക്കെത്തി. തോന്നി ഇവിടമാണ് ഞാൻ കണ്ട വെളിച്ചമെന്ന്. അങ്ങനെ അത് ചില ആളുകളൊക്കെ യൂറോപ്പ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച കുറേയേറെ ആളുകൾ ഇതുപോലെയുള്ള അനുഭവങ്ങളുള്ളവരുണ്ട്. അവർക്കത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. فليتك تحلو الحياة مريرة وليتك ترضى والأنام غضاب وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. സ്നേഹമേ, ഞാനും എൻ്റെ പടച്ചവനും തമ്മിലുള്ള സ്നേഹം അങ്ങ് നിറകുടം പോലെ നിറയുകയും ആ സ്നേഹത്തിൻ്റെ പ്രഭയും സുഗന്ധവും ഒന്ന് പരക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞാനും മനുഷ്യർക്കിടയിൽ അതിനെ ചൊല്ലി എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഫലൈതക തഹലു വൽ ഹയാതു മരീറത്തുൻ. പടച്ചവനെ, നിന്നോടുള്ള സ്നേഹവും അനുരാഗവും പ്രേമവും മധുരിക്കുകയും എൻ്റെ ജീവിതം കൈപ്പേറിയതായി മാറുകയും ചെയ്താൽ എന്ത്? ഒന്നും പ്രശ്നമല്ല റബ്ബേ. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ. ആ സ്നേഹം സത്യമാണെങ്കിൽ മറ്റെല്ലാം പിന്നെ നിസ്സാരമാണ്. വകുല്ലു ലദീ ഫൗഖത്തുറാബി തുറാബു. മണ്ണിന്റെ മുകളിലുള്ള കൊട്ടാരങ്ങളും വീടുകളും ഓഹരി വെക്കുമ്പോൾ അത് കിട്ടില്ല. അതാണ് പ്രശ്നമെങ്കിൽ, സമ്പത്ത് നഷ്ടപ്പെടുമെന്നാണ് വിഷയമെങ്കിൽ, കച്ചവടം നഷ്ടപ്പെടുമെന്നാണ് പേടിയെങ്കിൽ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്തേ? ദിവ്യമായ അനുരാഗവും ദിവ്യമായ സ്നേഹവും അതിൻ്റെ പരിമളയിൽ അതിൻ്റെ സൗരഭ്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ ഒരു ലെവലിലേക്ക് മുഅ്മിന്റെ ഹൃദയം മാറിത്തുടങ്ങും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല ആ ഒരു ഈമാനിനെ മധുരിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.